കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മംഗലാപുരത്തു നിന്നുള്ള വർഗീസിന്റെ സാക്ഷ്യം. കുടിച്ചു ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. കൃപാസനത്തിൽ കാലുകുത്തിയാന്ന് മാതാവ് ചെയ്തു തന്നത്. മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ഞാൻ 40 വർഷത്തിന് മുകളിലായി മദ്യപാനത്തിനടിമയായിരുന്നു. വലിയ കടബാധ്യതകളുമുണ്ടായിരുന്നു. വീട്ടിലെന്നും വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു. കുടിച്ചു ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കിട്ടി. കൂടാതെ ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കുന്നതിന് വർഷങ്ങളായി ശ്രമിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും അവിടെ 5 വീടുകൾ പണിയുന്നതിനും സാധിച്ചു. ഭാര്യയ്ക്ക് സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന തലവേദന ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. കൈനടിയിൽ നിന്നുള്ള ജിഷയുടെ സാക്ഷ്യം. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രയോഗ സാക്ഷ്യങ്ങളുമായി ജിഷ. എനിക്ക് 4 സിസേറിയൻ കഴിഞ്ഞ ശേഷം വലതുകാലിന് പെയിനും ഭയങ്കരമായ നടുവേദനയും മൂലം 6 വർഷമായി വിഷമിക്കുകയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഇതിന് യാതൊരു പ്രതിവിധിയുമില്ല, വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എനിക്ക് 4 വർഷമായി എപ്പോഴും ബ്ലാഡർ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും എപ്പോഴും ആന്റിബയോട്ടിക്കുകൾ എടുക്കുകയും ചെയ്തിരുന്നു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ നിന്നുള്ള ഷിജു പൗലോസിന്റെ സാക്ഷ്യം. ബ്രെയിൻ ട്യൂമർ വന്ന വേഗം സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് എല്ലാവരും കരുതി. ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്, എനിക്ക് ഫിറ്റ്സ് വന്ന് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്നു. പരിശോധനയിൽ തലയിൽ ഒരു ട്യൂമർ ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നും സർജറി ചെയ്താൽ 80% മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളെന്നും കോമയിലേക്കോ ഒരു സൈഡ് തളർന്നു പോകുന്നതിനോ അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ എന്നെ തിരിച്ചു കിട്ടില്ല എന്ന് കരുതി.